കോട്ടകൾ അധികവും തന്ത്രപ്രധാനമായ ഏരിയകളിലാവും നിർമ്മിക്കുക. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ടയുടെ ഉള്ളിലാട്ടോ. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള ഒരു കോട്ടയാണ് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട. ഒരുപാട് ക്രൂരമായ മാനസിക പീഡനങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ വാട്ടർ ജയിൽ മുതൽ ഒരുപാട് ശിക്ഷാ രീതികൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു വലിയ കോട്ടയാണ് കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട. ഒരു ത്രികോണാകൃതിയിലാണ് ഈ കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഒരു വലിയ പാറയ്ക്ക് മുകളിൽ കടലിൻ്റെ അഭിമുഖമായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ സെൻറ് ആഞ്ചലോ കോട്ടയുടെ മുകളിൽ കയറിയിട്ട് നോക്കാം, കണ്ണൂരിലെ ആ ഒരു ഹാർബർ മുതലുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് ഈ കോട്ടയുടെ മുകളിൽ കാണാൻ കഴിയും കേട്ടോ. ഇതൊരു ഹാർബറാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ കടലൊക്കെ കാണുന്നത്. 1505 പോർച്ചുഗീസുകാരാണ് കണ്ണൂരിൽ ഈ കോട്ട നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഈ കോട്ടയ്ക്ക് ഏകദേശം 517 വർഷത്തോളം പഴക്കമുണ്ട്. 2 വർഷത്തോളം എടുത്തിട്ടാണ് ഈ കോട്ടയുടെ പണി പൂർത്തിയാക്കിയത്. 158 വർഷത്തോളം പോർച്ചുഗീസുകാർ ഈ കോട്ടയിൽ കച്ചവടം ചെയ്തു. അങ്ങനെ 1663 ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുത്തു. അവർക്ക് കച്ചവടം ലാഭകരമല്ലാത്തത് കൊണ്ട് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം രാജാവായ അറക്കൽ അലി രാജയ്ക്ക് അന്നത്തെ 1 ലക്ഷം രൂപയ്ക്ക് ഈ കോട്ട വിൽക്കുകയും ചെയ്തു. പിന്നീട് 1790 ബ്രിട്ടീഷുകാർ അറക്കൽ അലി രാജയുമായി യുദ്ധം ചെയ്തു. ഈ കോട്ട അവരെ കയ്യിലാക്കുകയും ചെയ്തു. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഈ കോട്ട അവരുടെ കയ്യിലായിരുന്നു, ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. ഇതാണ് ഈ കോട്ടയുടെ ചരിത്രം. പിന്നെ ഞാൻ ഈ കോട്ടയുടെ ബാക്കിയുള്ള ഭാഗങ്ങളും ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഈ കോട്ടയിലേക്കുള്ള മെയിൻ ഗേറ്റ്. ഈ ഗേറ്റുമ്പോൾ കണ്ടോ ഈ കൂർത്ത ദണ്ടുകൾ? ഇതെന്തിനാണെന്നറിയോ? ഇത് ആ കാലത്തൊക്കെ ശത്രുക്കൾ വന്നിട്ട് ഈ ഗേറ്റ് മേലൊക്കെ ചവിട്ടും. പിന്നെ ആനനെ കൊണ്ടൊക്കെ ചവിട്ടിയിട്ട് പൊളിക്കും ഗേറ്റൊക്കെ. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള അക്രമമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ചവിട്ടുമ്പം ഈ കൂർത്ത ദണ്ടുകൾ കാലിലേക്ക് തുളച്ച് കയറും. അതിനുവേണ്ടിയാണ് ഈ രീതിയിലുള്ള ദണ്ടുകളൊക്കെ ഗേറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ കോട്ടയുടെ മുന്നിലായിട്ട്, മെയിൻ ഗേറ്റിൻ്റെ മുന്നിലായിട്ട് നമുക്കിതാ ഇതുപോലൊരു പീരിങ്ക് കാണാം കേട്ടോ. ഇവിടെ ഒന്നുണ്ട്, അതുപോലെ തന്നെ അതാ നിൽക്കുന്നത് അവിടെ ഒന്നുണ്ട്. ഈ കോട്ടയുടെ ചുറ്റുമതിലിൻ്റെ ഓരോ ഗ്യാപ്പിലും ഇതുപോലെ ഓരോ പീരിങ്കുകൾ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് കാണാം കേട്ടോ. കണ്ടില്ലേ? ഇതൊക്കെ ഓരോ പീരിങ്കുകളാണ്. പിന്നെ ഈ ഒരു മതിലിൻ്റെ ഈ ഭാഗത്തായിട്ടേ ഇതൊക്കെ കരിങ്കല്ലിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇതൊക്കെ കാണാം. ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ആ ജയിലും ഇതൊക്കെ ഉള്ളത് കേട്ടോ. ഇതാ കാണുന്നത്. ഇതിലൊക്കെ നമുക്ക് പോകണം. ഇത് താഴെയാണ്, നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒന്ന് പോകണം. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട, ഈ കോട്ടയുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. കടലാണ് കേട്ടോ കാണുന്നത്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, അവിടെയൊക്കെ ഉണ്ട് ഓരോ ഗ്യാപ്പ്, അവിടെയൊക്കെ കാണട്ടോ. അതാ അവിടെയൊക്കെ ഉണ്ട്. ഇതാണ് കടലിൻ്റെ നേരെ മുന്നിലായിട്ട് വരുന്ന ഈ കോട്ടയുടെ ഭാഗം. ഇവിടെയൊക്കെ വീരിങ്കി വെച്ച സ്ഥലമായിരുന്നു. പിന്നീട് അതൊക്കെ എടുത്ത് ഒഴിവാക്കിയതാ കേട്ടോ. ഒഴിവാക്കിയപ്പോൾ ഈ കോട്ട സന്ദർശിക്കാൻ വരുന്ന ആളുകൾ അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഇതെന്തിനാ അറിയോ? ഇതിൻ്റെ ബാക്കിൽ ഒരു സെല്ലാണ്. അതായത് ഞാൻ കാണിച്ചു തരാം. എന്താ ഒരു സെല്ലാണിത്. തടവുകാരൊക്കെ പാർപ്പിച്ചിരുന്ന ഒരു മുറിയാട്ടോ ഇത്. ഈ മുറിയിലേക്ക് നമുക്ക് കയറാം, പക്ഷേ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കണേ. നമ്മളത് അയച്ചങ്ങാണ്ട് ഉള്ളിലേക്കൊന്നും പോകണ്ട. ഇതാ ഇവിടെയാണ് തടവുകാരൊക്കെ പാർപ്പിച്ചിരുന്നത്, ഈ ഒരു സെല്ലിൽ. ഈ തടവുകാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു ഗ്യാപ്പ് വെച്ചിട്ടുള്ളത്. ആ ഹോൾസ് ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ അവിടെ ഭക്ഷണം വെച്ചിട്ട് ഇങ്ങോട്ട് തള്ളി കൊടുക്കലാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഈ തടവുകാർ വന്നിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കലാട്ടോ. പിന്നെ ഈ കോട്ടയ്ക്കുള്ളിലായിട്ട് ഈ കാണുന്നുണ്ടല്ലോ, ഇത് കുതിരാലയാട്ടോ. കുതിരകളൊക്കെ പാർപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണിത്, ആ ഒരു ഭാഗമാണ്. ഇതാണ് കുതിരാലയം. ഇത് നിർമ്മിച്ചതൊക്കെ ഡച്ചുകാരാട്ടോ. ഇതാ അതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ കോട്ടയുടെ എനിക്കറിയാത്ത കുറച്ച് ഡീറ്റെയിൽസൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഈ സാറാട്ടോ. സാറ് ഹായ് പറഞ്ഞേ. ഹായ്. സാറിൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. പേര് കൃഷ്ണൻ.
ടൂറിസം പോലീസിലെ SI ആണ്. അറിയാത്ത ഈ കോട്ടയുടെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഈ സാറോട്ട് തന്നത്. പിന്നെ ഈ കോട്ടയിലേക്കുള്ള മറ്റു എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യാമ്പിൽ നിന്നൊക്കെ കുഴിയെടുക്കുമ്പോഴേ ഏകദേശം ഒരു 36,000-ഓളം പീരിങ്ക് ഉണ്ടകളൊക്കെ ഇവിടുന്ന് കണ്ടെടുത്തിരുന്നു. അത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു ഭാഗമാട്ടോ ഇത്. ഇവിടെയാണ് ആ പീരിങ്ക് ഉണ്ടകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതിനുള്ളിൽ നമുക്ക് നോക്കിയാൽ കാണാം. ഉള്ളിലേക്കൊന്നും കിടക്കാൻ കഴിയില്ല, ഇവിടുന്ന് കാണാം. ഇതാട്ടോ പീരിങ്ക് ഉണ്ടകളാണത്. നമ്മൾ കണ്ടോ, തേങ്ങ പൊതിച്ചതുപോലെ കിടക്കുന്നുണ്ടോ? പീരിങ്ക് ഉണ്ടകളാട്ടോ അത്. അതാ കാണുന്നത്. പിന്നെ നോക്കേ, ഈ മതിലിൻ്റെ ഓരോ ഗ്യാപ്പിൽ അവിടെ കടലാട്ടോ, ഈ മതിലിനപ്പുറം കടലാണ്. ഓരോ ഗ്യാപ്പിലും ഇങ്ങനെ പീരിങ്കൽ വെച്ച് നോക്കാം. ഇത് ഇവിടുന്ന് അങ്ങോട്ട് നല്ല വ്യൂ ആയിരിക്കും. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് നല്ല വ്യൂ ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് തീരെ വ്യൂ ഉണ്ടാവില്ല. അപ്പോൾ ശത്രുക്കളൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ആക്രമിക്കാൻ നല്ല എളുപ്പമാണ്. ആ ഒരു രീതിയിലാണ് ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നോക്കാം, ഒരുപാട് പീരിങ്കകൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാട്ടർ ജയിലുണ്ട്, അറിഞ്ഞില്ലേ? അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ്, എനിക്കറിയില്ല, ഞാൻ ചോദിച്ചപ്പോൾ ഈ ഭാഗത്താണെന്നാണ് പറഞ്ഞത്. അപ്പം അതും കൂടി കാണാം നമുക്ക്. ഈ ഭാഗത്ത് എവിടെയൊക്കെ ആയിട്ടാണ് വാട്ടർ ജയിൽ. ഇങ്ങനെ ഇവിടെ താഴെ നിലത്താന്ന് പറഞ്ഞു. നിലത്തൊരു ഇതാ ഇവിടെ കാണുന്നു കേട്ടോ. ഇതന്നെ ഇവിടാണ്, ഇതാ കാണുന്നത്. ഇത് ഒരു ജയിൽ രൂപത്തിലല്ല കേട്ടോ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു കുഴിയാണ്. ഒരാളെ ഇറക്കാൻ രീതിയിലുള്ള ആ ഒരു ചെറിയ ഗ്യാപ്പുള്ളൂ. ഈ ഗ്യാപ്പിലേക്ക് പിടിക്കപ്പെടുന്ന ശത്രുവിനെ ഇറക്കലാണ്. ഓരോരുത്തരായിട്ട് ഇറക്കിയിട്ട് വേലിയേറ്റ സമയത്ത് കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറും. ഇത് നിറയെ വെള്ളമാവും. അങ്ങനെ ഇതിലേക്ക് ഇറക്കിയ ആ പ്രതി വെള്ളത്തിൽ മുങ്ങി മരിക്കും. അതാണ് ഇവിടുത്തെ ശിക്ഷാ രീതികളൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതാണ് ആ വാട്ടർ ജയിൽ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കേട്ടോ. ഇങ്ങനെ ആയിരുന്നു ഇവിടുത്തെ ശിക്ഷകളൊക്കെ. കാണാനൊക്കെ അത്യാവശ്യം ഉണ്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഡച്ചുകാരും പോർച്ചുഗീസുകാരൊക്കെ ഈ കോട്ട അവരെ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. പക്ഷേ ബ്രിട്ടീഷുകാർ അങ്ങനെയല്ലായിരുന്നു. അവർ മലബാറിലെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായിട്ടാണ് ഈ കോട്ടയെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കടലിൻ്റെ അടുത്തായതുകൊണ്ട് ആയുധങ്ങളൊക്കെ എത്തിക്കാൻ എളുപ്പമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ ഈ കോട്ട ആ ഒരു രീതിയിലാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. മലബാറിലെ പ്രധാന സൈനിക കേന്ദ്രമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഈ കോട്ട. അപ്പോൾ ഇതാണ് സെൻറ്റ് ആഞ്ചലിയോ കോട്ടയുടെ വിവരങ്ങളൊക്കെ. പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങുകളല്ലോ, ഇതൊക്കെ ഓരോ സെല്ലുകളാട്ടോ. അതിനുള്ളിൽ ഓരോ അറകളുണ്ട്, ഇരുട്ടറൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ഇപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവരെ റൂമുകളും ഇതൊക്കെ ആയിട്ട് ഉപയോഗിക്കണം. കണ്ടോ, ഇവിടെയൊക്കെ ഇവിടെ ഒരു സെല്ല് കേട്ടോ. ഇതൊക്കെ അന്ന് പ്രതികളെ താമസിപ്പിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഉപയോഗിക്കാൻ തോന്നുന്നത്. ഇവിടെ ഇപ്പം ഓരോ മേശ സ്റ്റൂളൊക്കെ കാണുന്നുണ്ട്. ഞാനിത് സെല്ലുകളാന്ന് പറയാൻ കാരണം നമ്മളവിടെ കണ്ട ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുന്ന ആ ഓരോ ഓട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെയും കാണുന്നുണ്ട്. നല്ല വ്യൂ ആണ് ഇവിടുന്ന്, അടിപൊളി സൺസെറ്റ്.